തൃശൂർ അമല ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം 1 മാസം പിന്നിടുന്നു. ശമ്പള വർധന ആവശ്യപ്പെട്ടാണ് പണിമുടക്കിയുള്ള പ്രതിഷേധം. ശമ്പള വർധന മുന്നോട്ട് വെച്ചിട്ടും സമരം തുടരുന്നതിന്റെ കാരണമറിയില്ല എന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. സംസ്ഥാന വ്യാപകമായി നഴ്സുമാർ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും പണിമുടക്ക്. 4000-ഓളം ജീവനക്കാരും 1000-ഓളം നഴ്സുമാരുമാണ് സ്ഥാപനത്തിലുള്ളത്. 1973 ആരംഭിച്ച സ്ഥാപനം വർഷം ഏകദേശം 200 കോടി ശമ്പള ഇനത്തിൽ നൽകുന്ന പ്രമുഖ ആരോഗ്യ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മറ്റ് പല ആശുപത്രികളിലെ സമരം അവസാനിച്ചിട്ടും അമലയിലെ നഴ്സുമാരുടെ സമരം അനന്തമായി നീളുകയാണ്. ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നെങ്കിലും മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സമരക്കാർ അംഗീകരിച്ചിട്ടില്ല. പലതവണ ചർച്ച നടത്തിയെന്നും ശമ്പള വർധന പ്രഖ്യാപിച്ചെന്നുമാണ് അമല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാദം. ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് മറ്റൊരു നോട്ടീസില്ലാതെ അനിശ്ചിതകാല പണിമുടക്കായിട്ട് അത് മാറുകയായിരുന്നു. 14 ദിവസത്തെ നോട്ടീസ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഏകദേശം 4000-ലധികം രൂപ ഇൻക്രിമെൻറ്റ് കിട്ടാവുന്ന രീതിയിലൊരു പ്രപ്പോസൽ വെച്ചിരുന്നു. പക്ഷെ അതിലും യൂണിയൻ സംതൃപ്തി കാണിച്ചിട്ടില്ല. ചർച്ചകൾ നടന്നിരുന്നു. ഇവിടുത്തെ HR ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആദ്യത്തെ ഒരു ചർച്ച നടന്നിരുന്നു. പിന്നെ ഡയറക്ടർ അച്ഛൻ്റെ സാന്നിധ്യത്തിലും വീണ്ടും ഒരു ചർച്ച നടന്നിരുന്നു. അത്തരത്തിലൊക്കെ നടന്നിട്ടും അതിലെ നിർദ്ദേശങ്ങൾ ഒത്തുതീർപ്പാക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വരികയും എന്നാൽ മറ്റു പല സ്ഥാപനങ്ങളിലും ഇതിനേക്കാളൊക്കെ കുറഞ്ഞ എമൗണ്ടിലോ വളരെ സുതാര്യമല്ലാത്ത കരാറുകളാണ്. അത് ഇതുവരെ എന്താണെന്ന് അറിയില്ല. അതേസമയം ശമ്പള വർധന നടപ്പാക്കിയാൽ സമരം ഉടൻ അവസാനിപ്പിക്കുമെന്നാണ് നഴ്സുമാരുടെ നിലപാട്. നമ്മുടെ ജോലി നമുക്കൊരു നല്ലൊരു ശമ്പളം മേടിക്കാന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരും കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു നല്ല ശമ്പളത്തോടു കൂടി നല്ലൊരു ശമ്പളം പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ ഇരുന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നാണ് മാനേജ്മെൻറ്റ് അതിനു വേണ്ടി പരിശ്രമിക്കട്ടെ എന്ന് വിചാരിക്കും. സോഷ്യൽ മീഡിയയിൽ കൂടി അവർ ഒരുപാട് സ്റ്റാഫുമാരെ റിക്രൂട്ട് ചെയ്യാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഡെയിലി വേജസ് പറയുന്നത് 1300 രൂപയാണ് പറയണത്. അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫുമാരും മിനിമം ഞങ്ങൾക്ക് വേജസ് ചോദിക്കണത് ഈ 1300 രൂപ തന്നെയാണ് ചോദിക്കുന്നത്. കോർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ തിരിച്ച് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം മീഡിയേഷൻ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ആ മീഡിയേഷൻ ചർച്ചയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റോ ജൂബിലി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റോ പോയിട്ടില്ല. അതിനുശേഷമാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ വെച്ച അഗ്രിമെൻറ്റുകൾ ഇവർ സമ്മതിക്കാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും 27-ാം തീയതി മുതൽ നമ്മൾ വീണ്ടും സമരത്തിനിറങ്ങിയത്. കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.